I think the last lessons, all exercise you have done. I think so. Okay. Today we will start. Okay. Mute Miss Ipo. Okay. Today we will discuss a new chapter. Page number 61. All of you take page number 61. In this chapter, we are discussing about views and maps. Okay. Nothing is there. Just we are finding that what are the directions, how to make directions, how to recognize direction. That much only. Okay. And first see. Okay. Page number see the first question. This is like a puzzle. It's a fun type. Okay. What is that? Look at the given picture. Hope so all are ready. Look at the given picture. Follow the instructions and find the path that will lead the mouse to the screen. Okay. See in the middle. This is a puzzle. In the middle, one ice cream is there. And the mouse is going to take that ice cream. Can you help? Yes. See, mainly, see some directions are given. See down some 4 questions, some directions are given. First direction, A, walk straight along the path. Idilo veronnum illa. Nammal just nokkuka 4 paths they are given. Path 1, path 2, path 3 and path 4. Okay. We have to find out exactly the mouse has to go which path. Exactly ഏത് പാത്തിൽ കൂടെയാണ് പോയി ഐസ്ക്രീം എടുക്കാവുന്നുള്ളതാണ് അല്ലേ? പസിൽസ് യു ആർ ഡൂയിങ് ലൈക്ക് മാജിക് പോട്ട കളിക്കുടുക്ക അങ്ങനെയുള്ള ബുക്സുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? അല്ല എന്തോ ഡയറക്ഷൻസ് താഴെ തന്നിരിക്കുന്നത്. ഫസ്റ്റ് വാക്ക് സ്ട്രൈറ്റ് അലോങ് ദ പാത്ത്. വാക്ക് സ്ട്രൈറ്റ് അലോങ് ദ പാത്ത്. ഇപ്പൊ നമ്മള് ഓരോന്നും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കേ. പാത്ത് 1 കൂടെ കയറിയാലോ? അതെ മേളിലാണ് ആ സൈഡ്. നോക്കിക്കേ പാത്ത് 1 walk straight. First walk straight along the path. അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? Take a left. പിന്നീട് ലെഫ്റ്റിലോട്ട് തിരിയുക. Then take a right. Then right. Then take a left. Then take left again. And finally take a right. ഇത്രയും ഡയറക്ഷൻസ് അവർ തരുന്നത്. അപ്പൊ ഇതിൽ ഏതിൽ കൂടെ പോയാലാണ്, ഏത് പാത്തിൽ കൂടെ പോയാലാണ് ഐസ്ക്രീം കിട്ടുന്നതെന്നാണ് നോക്കേണ്ടത്. ഓക്കെ. Walk straight along the path. പാത്ത് 1ഉം 2ഉം 3ഉം 4ഉം ഏതാണെന്നുള്ളത് നിങ്ങൾ നോക്കി കണ്ടുപിടിക്കോ? ഫൺ ടൈം. അല്ല ഒന്ന് നോക്കിക്കേ. ഫസ്റ്റ് പാത്തിൽ എന്തോ ആണ്? ഫസ്റ്റ് പാത്തിൽ നമ്മൾ വന്നാൽ വാക്ക് സ്ട്രൈറ്റ് അലോങ് ദ പാത്ത്, then take a left, take a right. അത് ഇത്രയും നോക്കിക്കേ. ഇല്ല, അവിടെ ക്ലോസ് ആയിരിക്കുകയാണ് ഇല്ലേ? പറ്റത്തില്ല. പാത്ത് മിഡിലിൽ വെച്ച് ക്ലോസ് ആകുന്നു. Then നെക്സ്റ്റ് പാത്ത് 2. ആ പാത്ത് 2ൽ ഒന്ന് നോക്കിക്കേ. walk straight along the path, take a left and take a right. പറ്റുന്നുണ്ടോ? പെൻസിലിട്ട് ഒന്ന് ചെയ്ത് നോക്കിക്കേ നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില്. അതും പറ്റുന്നില്ല അല്ലേ? Then path 3, walk straight along the path. Okay. Who? I don't know. She has given the answer also. Okay, good. Then path 3ഉം middle എത്തി ക്ലോസ് ആയി പോകും. Then path 4 നോക്കിക്കേ. ഡയറക്റ്റ് ഇവിടുന്ന് കയറാം. Straight along the path, take left, then take right, then take a left, again take a left, then finally take a right. So what is the answer here? Path 4 is the answer. Just I will show. Okay. The മൗസിനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് മിസ് ഒന്ന് നോക്കട്ടെ. അപ്പൊ ഇതിലിപ്പോ അപ്പൊ പാത്ത് 4 ആണ് കറക്റ്റ് ആൻസർ. ഇതിലിപ്പോ വേറൊന്നും ഇല്ല. എന്താണ്? I can. Now you can. In the identify direction words like left and right. ഇല്ലേ? ഇത് നമ്മളിപ്പോ എന്താ പഠിച്ചേ? ലെഫ്റ്റ്
റൈറ്റ്, ആ ഡയറക്ഷൻസ് മാത്രമേ നമ്മൾ പഠിക്കുള്ളൂ. ഇതിലിപ്പോ പറയുന്നത് സ്ട്രെയിറ്റ് പഠിച്ചു, സ്ട്രെയിറ്റ് അലോങ് ദ പാത്ത്, നേരെ പോകണം. ദെൻ ടേക്ക് എ ലെഫ്റ്റ്, ടേക്ക് എ റൈറ്റ്, ടേക്ക് എ ലെഫ്റ്റ്, അഗൈൻ ടേക്ക് ലെഫ്റ്റ് ആൻഡ് ടേക്ക് എ റൈറ്റ്. അപ്പൊ ഇതിൽ നമ്മൾ ഐഡന്റിഫൈ ഡയറക്ഷൻ വേർഡ്സ് ലൈക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. Got it? Then second എന്താ, follow a path according to the directions given to reach a destination. അതായത് നമുക്ക് എക്സാക്ട് പോയിന്റിൽ എത്താൻ നമ്മൾ തരുന്ന ഡയറക്ഷൻസ് ഫോളോ ചെയ്യുന്നു അല്ലേ? ഫോളോ എ പാത്ത് അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻസ് ഗിവൺ ടു റീച്ച് എ ഡെസ്റ്റിനേഷൻ. നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ അത് നമുക്ക് എവിടെയാണോ എത്തേണ്ടത് ഇല്ലേ? ഇപ്പൊ നമ്മളിപ്പോ സ്കൂളിൽ പോകുന്നെങ്കിൽ അതിനൊരു വഴിയുണ്ട്, ആ വഴി നമ്മൾ സ്കൂളിൽ എത്തണം എന്നുള്ളതിലല്ലേ നമ്മൾ പോകുന്നത്. അപ്പൊ അതിനിടയിലുള്ള ആ ഒരു ഡയറക്ഷൻ ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഗോട്ട് ഇറ്റ്? എന്താണ് ഐഡന്റിഫൈ ഡയറക്ഷൻ വേർഡ്സ് ലൈക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ദെൻ ഫോളോ എ പാത്ത് അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻസ് ഗിവൺ ടു റീച്ച് ഡെസ്റ്റിനേഷൻ. ഓക്കെ, ദെൻ ഡൗൺ. See that mainly in this unit you will learn എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്? Recognize and draw the top, front and side views of solid shapes. Okay, നമ്മൾ തിരിച്ചറിയണം. Recognize and draw the top, which is the top portion, which is the front side and other sides also we can recognize. Next, explain the concept of scale, magnification and key of a map. This chapter is resembles like the geography. Draw an enlarged or a reduced image of a picture and read a map. ഈ 4 points ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത്. Then see that different views. Are you following? Okay. Next, see different views. See that Rajiv comes back home from school. Miss പറഞ്ഞതുപോലെ Rajiv comes back home from school. He looks at the car parked near his house. He sees the front view of the car. Can you see? Yes. We can see any object when viewed from the front gives the front view. അല്ലേ? നമ്മളിപ്പോ ഒരു സാധനം ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ആ ഫ്രണ്ട് വ്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലേ? അപ്പൊ രാജീവ് സ്കൂളിൽ നിന്ന് വന്നപ്പോ വീടിനടുത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന കാറ് കണ്ടു, ആ കാറിന്റെ ഫ്രണ്ട് വ്യൂ ആണ്. അപ്പൊ ഇതാണ് ഫ്രണ്ട് എന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ഒരു ഡയറക്ഷൻ, അതായത് ഒരു സൈഡ് പിടിച്ചു, ഫ്രണ്ട് സൈഡ്. അപ്പൊ ഫ്രണ്ട് വ്യൂ ആണ് രാജീവ് ക്യാൻ സി. നെക്സ്റ്റോ, സി ദാറ്റ് അവിടെ പോയിന്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് വ്യൂ. Next, he walks a little and looks at the car from the side. എന്ത് ചെയ്തു? He walks a little and looks at the car from the side. എന്നിട്ട് കുറച്ചൊന്ന് മാറി കുറച്ചൊന്ന് നടന്നിട്ട് he walks a little and looks at the car from the side. സൈഡിൽ നിന്ന് നോക്കുകയാണ്. അപ്പൊ see, the second view is side view. This gives him the side view of the car. Kando left side la, that's side view. Let for front view and then now side view and again. Okay, side view. Next, to see his father is waiting for him. He is standing near the window on the first floor. He can only see the car from the top. Yes, his father, where his father is standing? His father is standing near the window of the first floor. First floor il ninnanu, ground floor la first floor. Appo melil ninna nokkunna. Anera ground floor la thalathu കാണുന്ന കാറിന്റെ എവിടെ ഏത് വ്യൂ ആ കാണുന്ന? ഫ്രണ്ട് സൈഡ്, സോറി ടോപ്പ് സൈഡ്. He can only see the car from the top. ഇല്ലേ? അപ്പൊ കാറിന്റെ മേൾ വശേ കാണാൻ, മുകൾ വശേ കാണാൻ പറ്റത്തുള്ളൂ. This is the top view of the car. See, this is the top view. Okay? ഇപ്പൊ രാജീവ് ഫസ്റ്റ് സ്കൂളിൽ നിന്ന് വന്നപ്പോ ഫ്രണ്ട് വ്യൂ കണ്ടു. Then side load പോയപ്പോ side view കണ്ടു കാറിന്റെ. Father is watching from the top, so he can see car from the top. This is the top view of the car. Okay, ഇനി നോക്കിക്കേ. See, do it yourself. Make various shapes with blocks. Observe and draw the top, front and side views of those shapes.
take help from the top, side, and front views of the given three-dimensional shape. See near, can you see that diagram? See that this is the shapes of block. The draw of the top. Top area. See that. That is the top. Clear? Then next front side. This is the front side. Got it? And this is the side view. This is the side. Okay. And now next, this is the top view. And next here, this is the front view. And this is the side view. So we can make various shapes and observe that top, front and side. Okay. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് പറയാണ്. ഇപ്പൊ നമ്മൾ ഏതൊക്കെയാ പഠിച്ചേ? ഡയറക്ഷൻസ്, അതായത് മെയിൻ ആയിട്ട് എന്താ പറഞ്ഞേ? ഫ്രണ്ട്, സ്ട്രെയിറ്റ്, ലെഫ്റ്റ്, റൈറ്റ് ആൻഡ് ദെൻ ടോപ്പ്, സൈഡ്, ഇതെല്ലാം പഠിച്ചു അല്ലേ? ഇനി നോക്കിക്കേ, ടൈം ഫോർ ആൻ ആക്ടിവിറ്റി. ഓക്കെ, ദ സെർച്ച് ഫോർ ഷേപ്സ്, ലേണിംഗ് ഔട്ട്കം. ഓക്കെ, ഇതിലിപ്പോ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നേ? നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? The student will be able to recognize top, side and front views of object. Okay, and then draw the top side and front views of object. You can make different object എടുത്തിട്ട് നിങ്ങൾക്ക് അതിന്റെ front view, side view, top view ഒക്കെ മാർക്ക് ചെയ്യാനും വരയ്ക്കാനും പറ്റും ഇല്ലേ? അതൊരു ആക്ടിവിറ്റിയാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ. പ്രോസസ് റിക്വയർഡ്, അതായത് ഓഫ് പേപ്പർ എടുക്കുക, കണക്ടിങ് ടു 4 പെൻസിൽ, ഇറേസർ, ഷാർപ്നർ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ഇതേടെ പ്രൊസീജിയർ കൊടുത്തിട്ടുണ്ട്. ഹൗ ടു ഡു, ഡിവൈഡ് ദ ക്ലാസ്. ഇതൊക്കെ നമ്മുടെ ആക്ടിവിറ്റിയാണ്. ഇതൊക്കെ നമുക്ക് റെഗുലർ ക്ലാസ് തുടങ്ങുമ്പോഴത്തേക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതർവൈസ് യു ക്യാൻ ഡു ബൈ യുവർ സെൽഫ് ഓൾസോ. ഓക്കെ, സി ദാറ്റ് ഗീവ് സെറ്റ് ഓഫ് കണക്ടിങ് ട്യൂബ്സ്, ക്യൂബ് ഉണ്ടാക്കി സൈഡ് വ്യൂ, ടോപ്പ് വ്യൂ, അതൊക്കെ പറ്റും. ദിസ് ഇസ് ലൈക്ക് എ ആക്ടിവിറ്റി. ഓക്കെ, ദെൻ ഗെയിം കളിക്കാം നമുക്ക് ഇത് വെച്ച് ഇല്ലേ? ഇനി എന്താണ്? പിന്നെ ഡ്രോയിങ് ചെയ്യാം. ഡ്രോയിങ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പേപ്പർ കട്ടിങ് ചെയ്ത് നമുക്ക് ആ ക്യൂബ് ഷേപ്സുകൾ ഉണ്ടാക്കാം. ദെൻ ഡിഫറെന്റ് വ്യൂസ് ഓഫ് ബാസ്കറ്റ് ബോൾ എടുക്കാം, ദെൻ പ്ലേ ഗ്രൗണ്ടിന്റെ എടുക്കാം അല്ലെ? ഇതുപോലെ ഒരുപാട് ആക്ടിവിറ്റീസുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നോക്കിക്കേ, ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. Observe the pictures carefully. Identify whether they show the top, side or front view. Top, side or front view. Can you recognize this? Yes. It is very simple. See that car. This is side. Right there. And then second picture, umbrella. What is that? Top. And then cat, front. Front side alle. See that first car inde the side a? Edu side a? Side view alle. Side ennu ezhikolu ode. Then umbrella, top alle. Okay. Here you have to write top. Then third one, cat. Edu view a? Front view. Alle? Front view alle? Cat inde eda front view. Then see next, D, FRONT, front. Okay. Next, D nokike. Bicycle. First one side, second one top, and third one front. And see in bicycle, which view? That is also side. And then apple. Bicycle side view. And then apple, top.
അല്ലേ? അതിന്റെ ടോപ്പ് അല്ലേ കാണുന്നത്? Then crockery and cutlery. That is also ടോപ്പ് ആണ് അല്ലേ? മേളിൽ നിന്ന് നോക്കുമ്പോ കാണുന്നതാ. ഓക്കെ, അപ്പൊ ബൈസിക്കിൾ ഏതാണ്? സൈഡ് വ്യൂ. എഴുതിക്കോളൂ. ഈ ആപ്പിൾ ടോപ്പ്, then crockery and cutlery, that is also top. Next നോക്കിക്കേ, identify the correct view of the school bus, draw the missing views. ഇല്ലേ? എന്താണ്? നമ്മുടെ സ്കൂൾ ബസ് ആണ്. ഐഡന്റിഫൈ ദ കറക്റ്റ് വ്യൂ ഓഫ് ദ സ്കൂൾ ബസ്, ഡ്രോ ദ മിസ്സിംഗ് വ്യൂസ്. ഇതിലിപ്പോ സൈഡ് വ്യൂ ആ കാണുന്നത് ഇല്ലേ? ഏതൊക്കെയാ കാണാത്തത്? അത് ഡ്രോ ചെയ്യാനാ. ടോപ്പ് കാണുന്നില്ല, പിന്നെ എന്താ കാണുന്നില്ല? ഫ്രണ്ടും കാണുന്നില്ല അല്ലെ? ആ രണ്ടും ഒന്ന് മാർക്ക് ചെയ്ത്. കറക്റ്റ് വ്യൂ ഓഫ് ദ, ഐഡന്റിഫൈ ദ കറക്റ്റ് വ്യൂ ഓഫ് ദ സ്കൂൾ ബസ്. ഇതിലിപ്പോ കാണുന്നത് എന്താണ്? സൈഡ് വ്യൂ അല്ലേ? ഡ്രോ ദ മിസ്സിംഗ് വ്യൂസ്. ടോപ്പും ഫ്രണ്ടും നമുക്ക് മിസ്സിംഗ് ആണ് അല്ലേ? നെക്സ്റ്റ് നോക്കിക്കേ, look at the picture of a monkey. Write the correct view under each picture. See the first picture. See, it is laughing to us, isn't it? So what is which view we are seeing? We can see front view. Okay, and then second picture side. അതിപ്പോ ടോപ്പ് എന്നാണ്. ടോപ്പ് അല്ലേ? ടോപ്പ്. ഓക്കെ, ഫസ്റ്റ് വ്യൂ ഫ്രണ്ട്, സെക്കൻഡ് സൈഡ്, and then top. Okay, then see next, fourth one. Next page lane, page number 65. See that. Draw the top views of the given objects next to them. So where can draw the top view. Side view alle nammal കാണുന്നത്. Draw the top views of the given objects next to them. അല്ലേ? Given objects next to them. എങ്ങനെയാണ് എന്താ ടോപ്പ് വ്യൂ ഡ്രോ ചെയ്യാനാ പറയുന്നത്. ഇതിപ്പോ നമ്മൾ എന്താ കാണുന്നത്? ഒരു ബക്കറ്റ് ഉണ്ട് അല്ലേ? പിന്നെ എന്താണ്? ഒരു ബുക്ക്, then a ball, then a table. അപ്പൊ ഇതിന്റെയൊക്കെ top views of given objects next to them. Okay, that you can draw it. Okay, top view draw ചെയ്യുക, അതിന്റെ സൈഡിലോട്ട് വരയ്ക്കുക. Okay, then next fifth, identify and name the given views of the railway track. See, what is this? In this picture we can see a railway track, isn't it? Identify and name the given. First എന്താണ്? ഏത് വ്യൂ ആണ്? ടോപ്പ് വ്യൂ അല്ലേ? സെക്കൻഡ് ആണെങ്കിലോ? സെക്കൻഡ് ഫ്രണ്ട് വ്യൂ അല്ലേ? അതിങ്ങനെ ദൂരെ ഇങ്ങനെ പോവാണ്. ഫസ്റ്റ് ടോപ്പ് വ്യൂ. In first column you have to write top, and second column you have to write front, and third column we are standing very far from the railway track, isn't it? So we can see only the side view. First column top, second column front, and in third column side. Can you write? Okay, first column top, second column front, and in third column side. Okay, we are standing very far from the railway track, so the side view only we can see. Okay, that is side. Okay, then next, the picture shows the top view of a classroom. അല്ലേ? അപ്സ്റ്റെയറിൽ നിന്ന് എടുത്ത ഒരു പിക്ചറാണ്.
the picture shows the top view of a classroom. See, we have to identify, circle the teacher. Where is teacher? See that near the table and chair, otherwise near the blackboard, teacher is there. Can you see? Circle the teacher. Circle it. Okay. The next, where is the blackboard? Where is the blackboard? Pick the correct option. എവിടെയാ കാണുന്നത് നമ്മള്? Blackboard എവിടെയാ? അവിടെ ടിക്ക് ചെയ്യണം. അതായത് to right direction to the right of the teacher, to the left of the teacher. Teacher അങ്ങോട്ട് നോക്കി നിൽക്കുമ്പോൾ ലെഫ്റ്റിലാണ് അല്ലേ? Left of the teacher. The blackboard is there to the right. Sorry, left of the teacher. അല്ലേ? ലെഫ്റ്റിലാണ് കാണുന്നത്. ആ ഓപ്ഷൻ ടിക്ക് ചെയ്തേ. The next, draw the side view of the teacher's table. Side view. Draw the side view of the teacher's table. നമ്മളിപ്പോ ടോപ്പിൽ നിന്നാണ് കാണുന്നത്. അപ്പൊ സൈഡ് വ്യൂ ഡ്രോ ചെയ്യാൻ. Then, if a glass is kept on the teacher's table, how will it appear from the top? അവിടെ ഒരു ഗ്ലാസ് വെള്ളം, അതായത് ഗ്ലാസ് വെച്ചിട്ടുണ്ടെങ്കിൽ, if a glass is kept on the teacher's table, how will it appear from the top? അതെങ്ങനെയാന്നുള്ളത് വരയ്ക്കാൻ. That also you can do. Okay. Draw the view. Got it? Very simple it is. Okay. See? Then what we have discussed today. Okay. This much only. In this section, we are discussed mainly left, right, side, front, top. Okay. These directions we are. And now we can recognize that also. Okay. Any doubt?